വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് എൻ.എം. വിജയന്റെ ആത്മഹത്യാ കേസിൽ IC ബാലകൃഷ്ണൻ MLAക്ക് മുൻകൂർ ജാമ്യം. ND അപ്പച്ചൻ, KK ഗോപിനാഥ് എന്നിവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് അർജുൻ PS ഉണ്ട്. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ അല്പസമയം മുമ്പാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവിച്ചത്. ഇന്ന് രാവിലെയാണോ ഇത്തരത്തിൽ വിധി പ്രഖ്യാപിക്കാനിരുന്നത്. പിന്നീട് അത് വൈകുന്നേരത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം വലിയ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പോലീസ് അറസ്റ്റിന് നീങ്ങുമ്പോഴാണ് ഇവർ IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ND അപ്പച്ചൻ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിച്ചത്. അന്ന് ആ ദിവസം പിന്നീട് ഈ മാസം 15-ാം തീയതി വരെ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്ന ഒരു ഉത്തരവ് കോടതി ഒരു ഉത്തരവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി വീണ്ടും വാദം കേട്ട് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് വാദം പൂർത്തിയാകുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വയനാട്ടിൽ ഇല്ലായിരുന്നു. അവർ ഇന്ന് തിരുവനന്തപുരത്താണ് ഉള്ളതെന്ന് നമുക്ക് സൂചന. പിന്നീട് അദ്ദേഹം നിയമസഭയിൽ അടക്കം പോവുകയും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെ ഉത്തരവിറക്കേണ്ടതായിരുന്നു. ക്രമേണമാണ് അത് വൈകുന്നേരത്തേക്ക് ആക്കിയത്. വൈകുന്നേരത്തേക്ക് ആ പ്രോസിക്യൂഷന്റെ വാദം കോടതിയെ ധരിപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അതായത് ഇത്തരത്തിൽ ഈ IC ബാലകൃഷ്ണനെ, അതുപോലെ തന്നെ ND അപ്പച്ചൻ, KK ഗോപിനാഥ് തുടങ്ങിയവരുടെ പേരുകൾ ഈ ഒരു കത്തിലുണ്ടെങ്കിലും അത് ആത്മഹത്യ പ്രേരണമായിട്ട് ആ കത്തിനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിരീക്ഷണം കൊണ്ടുവരുവാൻ ഈ ഒരു പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിവാദം വക്കീലും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഈ രീതിയിൽ ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവ് പ്രോസിക്യൂഷന് ഹാജരാക്കുവാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിൽ പറയുന്ന പണം വാങ്ങി എന്ന് പറയുന്ന കണക്കുകളിൽ അവ്യക്തതയുണ്ട്. അതുമാത്രമല്ല, NM വിജയന്റെ സ്വന്തമായിട്ടുള്ള ഒരു കടമാണ് ഉള്ളത്. മകനെ ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ട പണമാണ് അദ്ദേഹത്തിന് കടമായിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിൽ ഇവർ മേടിച്ച കോഴ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി NM വിജയൻ കടമെടുത്തുകൊണ്ടല്ല ഇദ്ദേഹത്തിന് കൂടുതൽ ആ കടം വന്നത് എന്നുള്ളത് അടക്കമുള്ളതാണ് പ്രതിഭാഗം വക്കീൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് കോടതി ശരിവെക്കുകയും ചെയ്തു. എന്നാൽ തന്നെയും ഈ 3 പേർക്കും ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിലാണ് IC ബാലകൃഷ്ണൻ MLAക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ ND അപ്പച്ചൻ, KK വിശ്വനാഥ് എന്നിവർക്കും മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിട്ടുണ്ട്.